അതിജീവിത എന്നാൽ അതിജീവിക്കപ്പെട്ടവൾ എന്നാണ് അർത്ഥം. ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു അതിജീവിതയുണ്ട്. ശരിക്കും എല്ലാ അർത്ഥത്തിലും അതിജീവിത എന്ന് വിളിക്കാവുന്നവൾ. അതിജീവിത എന്നത് കേവലം ഒരു വാക്ക് മാത്രമല്ല. അത് ശക്തിയാണ്, ബോധമാണ്, എല്ലാത്തിലുമുപരി നിലപാടാണ്. ജീവിതത്തിൽ വല്ലാതെ പരീക്ഷിക്കപ്പെട്ടവളുടെ പേരാണ് അതിജീവിത. ആ പരീക്ഷണങ്ങളിൽ നിന്നും ശക്തി പ്രാപിച്ചവൾ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കണ്ണുമടച്ച് അതിജീവിത എന്ന് ഇപ്പോഴും വിളിക്കുന്ന ആ പെൺകുട്ടി. അവളെ പിന്നെയും പിന്നെയും പരീക്ഷിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മലപ്പുറം മഞ്ചേരിയിൽ ഒരു നരാധമൻ പീഡിപ്പിച്ച് കൊന്ന കൃഷ്ണപ്രിയ എന്ന പെൺകുട്ടിയുടെയും അവളുടെ അച്ഛൻ്റെയും കഥയാണ്. 2001 ഫെബ്രുവരിയിൽ വെറും 13 വയസ്സ് പ്രായമുള്ള 7ാം ക്ലാസ്സുകാരിയായ കൃഷ്ണപ്രിയ എന്ന പെൺകുട്ടിയെ അയൽവാസിയായ മുഹമ്മദ് കോയ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി 2002 ജൂലൈ 27 കൊല്ലപ്പെട്ടു. കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ പോലീസിന് കീഴടങ്ങി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സെഷൻ കോടതിയും ജില്ലാ കോടതിയും അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്നാൽ ഹൈക്കോടതിയുടെ ഒരൊറ്റ ചോദ്യം അദ്ദേഹത്തിൻ്റെ ശിക്ഷ റദ്ദാക്കാൻ സഹായിച്ചു. പൊതുവെ ക്രിമിനലായിരുന്ന മുഹമ്മദ് കോയയ്ക്ക് ശത്രുക്കൾ ഉണ്ടാവുക സ്വാഭാവികമല്ലേ? ആ ശത്രുക്കളിൽ ആരെങ്കിലുമാണ് അദ്ദേഹത്തെ കൊന്നതെങ്കിലോ? ഈ ലോകത്തിന് മുഴുവൻ അറിയാം അത് ശങ്കരനാരായണൻ തൻ്റെ ഓമന മകൾക്ക് വേണ്ടി ചെയ്ത കൊലപാതകമാണെന്ന്. ആ ന്യായാധിപനും അറിയാം. നീതിദേവത ആ അച്ഛൻ്റെ മുന്നിൽ കണ്ണു തുറന്നത് ആ ന്യായാധിപനിലൂടെയായിരുന്നു. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ആ നരാധമൻ പീഡിപ്പിച്ച് കൊന്നത്. ആ ക്രിമിനൽ സുഖമായി ജീവിക്കുന്ന ഈ ലോകത്തിൽ ആ അച്ഛന് ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ആ പൊന്നുമോളുടെ ചിത കത്തിയമർന്നത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലായിരുന്നു. അതിൻ്റെ ചൂട് അദ്ദേഹത്തെ ഓരോ നിമിഷവും ചുട്ടുപൊള്ളിച്ചുകൊണ്ടേയിരുന്നു. ശങ്കരനാരായണനെ വെറുതെ വിടുമ്പോൾ ആ ന്യായാധിപൻ വിധി വായിക്കുന്നതിനൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഈ കോടതികൾക്കും അപ്പുറം മറ്റൊരു കോടതി കൂടിയുണ്ട് എന്ന്, ദൈവത്തിൻ്റെ കോടതി. അതൊക്കെ ഇപ്പോൾ ഓർമ്മിച്ചു പോവുകയാണ്. കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ കേസിൽ വിധി പറയുമ്പോൾ നീതിദേവത ന്യായാധിപയിലൂടെ മിഴി തുറക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുന്നത് ആരാണ്? നിയമമോ കോടതിയോ അതോ നീതിയോ? ശരി എന്നെങ്കിലും ഒരിക്കൽ തെറ്റായേക്കാം. പക്ഷേ ഒരു തെറ്റിന് ഒരിക്കലും ശരിയാകാൻ കഴിയില്ല. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നല്ലേ? പക്ഷേ ഇവിടെ ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു നിരപരാധിയെ എത്ര കാലമായി ശിക്ഷിക്കുന്നു? 8ാം തീയതി മുതലെങ്കിലും അത് അവസാനിക്കും എന്ന് കരുതി. ഇല്ല, അതുണ്ടായില്ല. ഇനിയും അതിജീവിത എന്ന പേരിൽ അവൾ എത്രനാൾ തുടരണം? നീതിദേവത കണ്ണു തുറക്കാൻ ഇനിയും എത്രനാൾ കാത്തിരിക്കണം? പക്ഷേ അവൾ കാത്തിരിക്കും. കാരണം അവൾ സത്യമായതുകൊണ്ടും അവൾ ശരിയായതുകൊണ്ടും തന്നെ.